ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നേർച്ചകളെ കുറിച്ചാണ് കേട്ടോ. നേർച്ച എന്ന ടോപ്പിക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഒരുപാടിങ്ങനെ പള്ളികളിൽ നേർച്ചയൊക്കെ നേർന്ന് നമ്മളെ കൊണ്ടൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ പള്ളികളിലൊക്കെ നേർച്ച കഴിക്കാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മുടെ അമ്മമാർ അച്ഛന്മാരൊക്കെ നേർന്ന് നമ്മൾ നേർച്ചയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട്. നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളെ പ്രതി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം നമ്മൾ നേർച്ച കഴിക്കാറുണ്ട്. ഈ നേർച്ച കഴിക്കുന്നതിൽ എന്താ പറയുക, നേർച്ച ദൈവത്തിനുള്ള നമ്മുടെ ഒരു എന്താ പറയുക, ഈ ദൈവത്തിന് നമ്മൾ ഓഫർ കൊടുക്കും, നമ്മളൊരു പ്രോമിസ് കൊടുക്കും. എൻ്റെ ഇന്ന കാര്യം നടത്തി തരുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് തിരി കത്തിച്ചോളാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു നേർച്ചകളൊക്കെ നമ്മൾ നേരാറുണ്ട്. അത് പാലിക്കുന്നവരും ഉണ്ട്, പാലിക്കാത്തവരും ഉണ്ട്. അപ്പം നേർച്ചേനെക്കുറിച്ച് ബൈബിൾ വചനങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. സഭാപ്രസംഗൻ 5-ാം അധ്യായത്തിൽ ദൈവഭക്തി എന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് നേർച്ചേനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നത് പറഞ്ഞേക്കുന്നത് നേരുന്നത് നിറവേറ്റുക. പിന്നെ പറഞ്ഞിട്ടുണ്ട് നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം നേരാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ, നിൻ്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. പിന്നെ എന്താ പറയുക, തെറ്റു പറ്റിയതാണെന്ന് ദൂതന്മാരോട് പറയാൻ ഇടയാകാതെ ഇരിക്കട്ടെ. പിന്നെ പറയുന്നുണ്ട്, നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യാതിരിക്കട്ടെ. പിന്നെ പറയുന്നുണ്ട്, സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകൾ വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ഇതാണ് ദൈവഭക്തി എന്നുള്ള സഭാപ്രസംഗൻ 5-ാം അധ്യായത്തിൽ നേർച്ചേനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്, നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ താമസം ഉണ്ടാവരുത്. അതൊന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ അന്നേരം നേർച്ച നേർന്നിട്ടിട്ട് അന്നേരം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ ആഗ്രഹത്തെ പ്രതി നേർന്നതായിരിക്കും. ചിലവരത് കറക്റ്റ് സമയങ്ങളാകുമ്പോഴത്തേക്കും നേർച്ചകളെല്ലാം നിറവേറ്റി ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മൾ നേർച്ച നിറവേറ്റി പോരും. എന്നാൽ ചില മനുഷ്യരോ, അതൊക്കെ അന്ന് നേർന്നതല്ലേ, ഇനിയിപ്പോൾ അത് നടത്തേണ്ട ആവശ്യമുണ്ടോ, അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയില്ലേ എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ആ നേർച്ച തള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പ്രകോപിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ. പിന്നെ പറയുന്നുണ്ട്, നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാകുകയും ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് ഇതുപോലുള്ള നേർച്ചകൾ മുടങ്ങിപ്പോവാനായിട്ടുള്ള കാരണത്തിലേക്ക് വഴിതെളിക്കുന്നത്. പിന്നെ വേറൊരു ബൈബിൾ പാർട്ടാണ് പ്രഭാഷകൻ 18-ാം അധ്യായത്തിൽ നേർച്ചേനെക്കുറിച്ച് വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്, നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റാൻ മരണം വരെ കാത്തു നിൽക്കരുത്. പിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. അതായത് അല്ലെങ്കിൽ അതെന്താ, കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആയിപ്പോകും. അതല്ലെങ്കിൽ കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകും. അവിടുന്ന് മുഖം തിരിച്ച് കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ച് ഓർക്കാനും ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നേർച്ചയുടെ പിറകിലുണ്ട്. നമ്മൾ ദൈവത്തോടുള്ള ഇഷ്ടത്തെ പ്രതി നമ്മുടെ ആഗ്രഹത്തെ പ്രതി നിറവേറ്റുന്ന നേർച്ചകൾ നേർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവകോപം കിട്ടുന്ന ഒരു ഇതാണെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഓഫർ വെച്ചാണ് ദൈവത്തിന് നേർച്ച നേടുന്നത്. ദൈവമേ, എൻ്റെ ഈ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോരും. നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പുല്ല് പോലും മുളക്കില്ലെന്നൊരു പഴഞ്ചൊല്ല് പോലെയാവും പലപ്പോഴും നമ്മുടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബൈബിളിൽ അതിൽ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്.
അപ്പോൾ ആരെങ്കിലുമൊക്കെ നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആഗ്രഹങ്ങളെ പ്രതിയാവാം, നമ്മൾക്കിടെ ദൈവത്തോടുള്ള ഇഷ്ടത്തെ പ്രതിയാവാം. പക്ഷേ അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് യഥാസമയം നടത്തി പോകുന്ന ദൈവത്തിൻ്റെ പ്രീതിക്ക് നമ്മൾ അർഹരാവുകയാണ് ചെയ്യേണ്ടതെന്നാണ് ദൈവം പറയണത്. നേർച്ചകൾ നേരുന്ന പല സന്ദർഭങ്ങളിലും പല സിറ്റുവേഷനുകളിലുമാണ്. ചിലപ്പോൾ എന്തെങ്കിലും രോഗം വരുമ്പോഴായിരിക്കും നമ്മൾ നേർച്ച നേരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ പല പല ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ നേർച്ച നേരുന്നത്. എങ്ങനെയൊക്കെ നേർച്ച നേർന്നാലും അത് നിറവേറ്റാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ഏറുമ്പോഴാണ്, നമ്മളുടെ പ്രതീക്ഷകൾ ഏറുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂട്ടുവിളിച്ച് നമ്മൾ അന്നേരമാണ് ദൈവം എൻ്റെ ഈ കാര്യം നടന്ന് കിട്ടുവാണെങ്കിൽ എന്താ പറയുക, ദൈവത്തിനൊരു പ്രോമിസ് പോലെയാണ് നമ്മൾ നേർച്ചകൾ നേരുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് നടത്തി പോരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നേർച്ചകൾ നേരുന്നതിനെക്കുറിച്ചും. ഇപ്പം ഈ 2 ഭാഗങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്ന ടോപ്പിക്ക്. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേർച്ചകൾ ഒരുപാട് നമ്മൾ നേർന്നിട്ടുണ്ടാവാം. അത് നിറവേറ്റാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബൈബിൾ ഭാഗങ്ങൾ ഓർത്ത് ആ നേർച്ചകളെല്ലാം നല്ല രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ, അതായത് നമ്മുടെ മനസ്സിന് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ മനസ്സോടുകൂടി, ആ ഭക്തിയോടുകൂടി, ആ പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തരും നേർച്ച കാഴ്ചകൾ ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. വെറും ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങ് തീർക്കലിനോ മാത്രമായി പോകരുത് നമ്മുടെ നേർച്ച കാഴ്ചകൾ. നമ്മൾ നേർന്നതിനെല്ലാം അതിൻ്റേതായ സീരിയസ്നെസ് കൊടുത്ത് നമ്മളത് നിറവേറ്റി പോകണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നാളെ വീണ്ടും കാണാം വേറൊരു ടോപ്പിക്കുമായിട്ട്. അതുവരേക്കും ബൈ.